ക്ഷണിക്കുകയാണ്. ദീപപ്രജ്വലനം ആരംഭിക്കുകയാണ്. എല്ലാവരോടും എത്രയും വേഗം ഈ പന്തലിൽ എത്തിച്ചേരാൻ വേണ്ടി സവിനയം അപേക്ഷിക്കുകയാണ്. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ പരിപാടികൾ ആരംഭിച്ചത് യജ്ഞേശ്വരം ശിവക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പകർന്ന അഗ്നി കൊണ്ടാണ് നമ്മൾ അഗ്നിഹോത്രം ആരംഭിച്ചത്. അതേ അഗ്നി ഇവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു ഉദ്ഘാടന സഭയുടെ ഔപചാരികത എന്ന പേരിൽ അതേ അഗ്നി സർവശ്രേഷ്ഠനായിട്ടുള്ള ശ്രീ MR രാജേഷ് അവർകൾ നമ്മുടെ ഈ ഉദ്ഘാടന സഭയുടെ ദീപത്തിലേക്ക് കൂടി പകരുകയാണ്. ആ ദീപപ്രജ്വലനത്തിന് വേണ്ടിയിട്ട് ആചാര്യശ്രീയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം അഗ്നിപൂർവേഭിഋഷിഭിരീഡ്യോ നൂതനൈരുത സദേവാൻ ഏഹവക്ഷതി അഗ്നിനാം രയിമശ്നവത് പോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം. ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്തതായി അഷ്ടപതിയോടുകൂടി പ്രാർത്ഥന ഗീതം ആലപിക്കുന്നതിന് വേണ്ടി കലാമണ്ഡലം അച്യുതപുതുവളെ സാദരം ക്ഷണിക്കുകയാണ്. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോഷ്ടി സദാശിവം. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നത അജമുഖ ദേവ നത വിജയ സാരഥേ സാധു ദിജനും പറയുന്നു വിജയ സാരഥേ സാധു ദിജനും പറയുന്നു സുചന സംഗമം ഏറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം സുചന സംഗമം
ഏറ്റം സുകൃത നിവക സുലഭമദനു നിയതം പലദിന ആയി ഞാനും ബലഭദ്രാനുജ നിന്നെ പലദിനം ആയി ഞാനും ബലഭദ്രാനുജ നിന്നെ നലമുടു കാൺമതിന്നു കളിയല്ലേ രുചിക്കുന്നു നലമുടു കാൺമതിന്നു കളിയല്ലേ രുചിക്കുന്നു കാല വിഷമം കൊണ്ടു കാമം സാധിച്ച അതില്ലേ കാല വിഷമം കൊണ്ടു കാമം സാധിച്ച അതില്ലേ നീലം നീരതം വർണ്ണമൃദുല കമല രുചിര നയന മൃഗരേ നീലം നീരതം വർണ്ണമൃദുല കമല രുചിര നയന മൃഗരേ അദ്യാപി ഭവൽ കൃപ വിദ്യോദം മാനം ആകും അദ്യാപി ഭവൽ കൃപ വിദ്യോദം മാനം ആകും പാദ്യാദി ഏൽപ്പതിന്നു ഭാഗ്യം ഉണ്ടാക മൂലം പാദ്യാദി ഏൽപ്പതിന്നു ഭാഗ്യം ഉണ്ടാക മൂലം ചൈത്യാരേ ജന്മഫല ഈ ദ്വിജൻ എന്തു വേണ്ടു ചൈത്യാരേ ജന്മഫല ഈ ദ്വിജൻ എന്തു വേണ്ടു ഹൃദ്യം താവകം വൃത്തം മൊഴികിൽ ഉലയും ഉരകപതിയും അധുന ഹൃദ്യം താവക വൃത്തം മൊഴികിൽ ഉലയും ഉരകപതിയും അധുന മേദൂരം ഭക്തിയുള്ള മാതൃശം സുഖം എന്നെ മേദൂരം ഭക്തിയുള്ള മാതൃശം സുഖം എന്നെ വാദം ഇല്ലഹോ ദുഃഖം ദുഃഖം ബാധിക്ക
ഇല്ല നൂനം വാദം ഇല്ല ഹോ ദുഃഖം ബാധിക്ക ഇല്ല നൂനം യാദവാധിപം നിന്നെ ഹൃദയിച്ചിൽദ നിദാനേന യാദവാധിപ നിന്നെ ഹൃദയിച്ചിൽദ നിദാനേന മോദം മേ വളരുന്നു കരുണ വരണം അരുണ സഹജ കേതന മോദം മേ വളരുന്നു കരുണ വരണം അരുണ സഹജ കേതന അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നദ യോഗീന്ദ്രാണാം തുദം ഗേഷു അധിക സുമധുരം മുക്തിഭാജാനിവാസ ഭക്താനാം കാമവർഷ ദ്യുതരുഗിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കൃഷ്ണ കാരുണ്യസിന്ധു കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഷ ലക്ഷ്മീ. ശ്രീ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഭഗവതിയുടെയും തൃപ്പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഗുരു പരമ്പരയും നമ്മുടെ ഋഷീശ്വരന്മാരുടെയും തൃപ്പാദത്തെ പ്രണമിച്ചുകൊണ്ട് യജ്ഞകർത്താവായ ആ 99 മഹായാഗം നടത്തി പ്രത്യക്ഷ ദർശനം നൽകി അനുഗ്രഹിച്ച നമ്മുടെ മേഴത്തോൾ അഗ്നിഹോത്രി ബ്രഹ്മശ്രീ അഗ്നിഹോത്രി അവരുടെ ആ തൃപ്പാദത്തെ പ്രണമിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും അതുപോലെ തന്നെ നമ്മുടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം പറയുന്നതിന് വേണ്ടി ശ്രീ മുരളീധരൻ അവരുകളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന പ്രിയ ഭക്തജനങ്ങളെ, വള്ളുവനാട് ഹിന്ദുമത സമ്മേളനം ഇത് 11ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 11 വർഷത്തിൻ്റെ 1ാം വർഷം മുതൽക്ക് 11ാം വർഷം വരേക്കുള്ള ഈ യാത്രയിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള സഹകരണം ഈ പ്രസ്ഥാനത്തിന് ഊർജം നൽകിയിട്ടുണ്ട്. പക്ഷേ ചിലർ ഈ നല്ല
പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ജനം അല്ലെങ്കിൽ നമ്മുടെ ഭക്തർ ഏറ്റെടുത്തിരിക്കുന്നത് രാഷ്ട്രീയം ഇല്ലാതെ ജാതി മത ചിന്തകളില്ലാതെ ഒരു കുടക്കീഴിൽ ഒരു കുടുംബം, അതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. അത് കണ്ടുകൊണ്ട് തന്നെ സന്തോഷിക്കാൻ പറ്റാത്തവരുമുണ്ട്, എങ്ങനെയെങ്കിലും ഇതിനൊന്ന് തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, എല്ലാ വർഷവും നമ്മൾ പറയുന്നൊരു വാക്കാണ്, ഇതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, ഇവിടെ മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ ജാതിക്കാരും എല്ലാ രാഷ്ട്രീയക്കാർക്കും അവരുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അവരവരുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പലതും പറയും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം വളർന്നു വരുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയും ഇല്ലാതാക്കാനുള്ള ദുർശക്തികൾ ചിലർ പലതും പറഞ്ഞു വരുന്നുണ്ട്. അത് നമ്മളാരും ഇതേ ചെവി കൊള്ളുന്നില്ല. കാരണം നല്ലതിൻ്റെ ഭാഗത്ത് ആളുകളുണ്ടാവും എന്നുള്ള വിശ്വാസം തന്നെയാണ്. ഇതിനകത്തുള്ളവർക്ക് എല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയങ്ങളുണ്ട്. അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ്. അതൊന്നും ഇവിടെ കൂട്ടിക്കഴിക്കാനോ അല്ലെങ്കിൽ ഈ വേദി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ദത്തെടുക്കാനോ ഈ പ്രസ്ഥാനത്ത് ദത്തെടുത്തുകൊണ്ട് സംസാരിക്കാനോ അനുവദിക്കില്ല എന്ന് വീണ്ടും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ സംസാരിക്കണം. കാരണം പല ഭാഗത്തുനിന്നും ഇന്നുകൂടി ഒരു സംശയം വന്നു പോയി, ഞാൻ വേദിയിൽ പറയുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ ചിന്ത മാത്രമേ വേണ്ടൂ, ഇതിനകത്ത് യാതൊരു ദുഷ്ചിന്തകളുമില്ല. ഇനി വല്ലവർക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് നീട്ടുന്നില്ല, സമയം ഒരുപാട് വഴുകി. ഇവിടെ ഈ ആദ്യ ദിവസമായി ഇന്ന് ഈ ഉദ്ഘാടന സഭ ദീപപ്രജ്വലനം ചെയ്തുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആചാര്യ ശ്രീ എം.ആർ. രാജേഷ് അവർകളാണ്. എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി നമ്മുടെ അധ്യക്ഷൻ തന്നെ സംസാരിക്കും. അദ്ദേഹം ഡയറക്ടർ കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കോഴിക്കോടാണ്. എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്നു മനസ്സിലാവുന്നു. അദ്ദേഹത്തെ വള്ളുവനാട് ഹിന്ദുമത സമ്മേളനത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലുള്ള ശ്രീ പ്രസാദ് പുളിക്കൽ, നമ്മുടെ അധ്യക്ഷൻ വേണുഗോപാൽജി, രവീന്ദ്രൻ വെളിച്ചപ്പാട്, നമ്മുടെ വിരുട്ടാനം ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ചെയർമാൻ ശ്രീ VKS അടികൾ അവർകൾ, അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്നേഹമുള്ള ഭക്തജനങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആചാര്യശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യശ്രീ എം.ആർ. രാജേഷ് അവർകൾ, വിരുട്ടാൻ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് മെമ്പറായിട്ടുള്ള ശ്രീ VKS അടികൾ, ശ്രീ മുരളി യജ്ഞേശ്വരം, ശ്രീ രവീന്ദ്രൻ വെളിച്ചപ്പാട്, ശ്രീ പ്രസാദ് പുളിക്കൽ, സർവോപരി എൻ്റെ മുന്നിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. നമുക്കെല്ലാം അറിയാം, സമയം കുറച്ച് വൈകിട്ടാണ് നമ്മുടെ പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ദീർഘമായ ഒരു അധ്യക്ഷ പ്രഭാഷണത്തിന് ഇപ്പോൾ മുതിരുന്നില്ല. പക്ഷേ എങ്കിലും വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ ഒരു അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സംഘടനയെക്കുറിച്ച് പറയേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിച്ച് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിച്ചോളാം. നമുക്കറിയാം, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ മുരളിയേട്ടൻ വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ 11ാമത് സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് എന്നും ആ പ്രസ്ഥാനത്തെക്കുറിച്ച്
പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പേര് സഹകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ പ്രസ്ഥാനത്തെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന വ്യക്തികളുണ്ട് എന്നുള്ളതും എല്ലാം മുരളിയേട്ടൻ ഇവിടെ പരാമർശിച്ചു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നിൽക്കുന്നത് പരമപവിത്രമായ മണ്ണിലാണ്. യജ്ഞേശ്വരം എന്നാണ് ഈ പ്രദേശം, ഈ ക്ഷേത്ര സങ്കേതം അറിയപ്പെടുന്നത്. വെള്ളിയാങ്കല്ല്, തൃത്താല എല്ലാം തന്നെ സമീപ പ്രദേശങ്ങളാണ്. ഈ പ്രദേശത്തിൻ്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത്, രാവിലെ പ്രസാദ് സൂചിപ്പിച്ചു, ശതക്രതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രനാണ്, 100 യാഗങ്ങൾ ചെയ്തവൻ എന്നാണ്. എന്നാൽ ഏകോന ശതക്രതോ എന്നറിയപ്പെടുന്ന മേഴ്ത്തോൾ അഗ്നിഹോത്രി, കാരണം അദ്ദേഹം 99 യാഗങ്ങളും ചെയ്തു, 100ാമത്തെ യാഗം മുടക്കി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം കൂടി ഇന്ദ്രപദത്തിലെത്തുമായിരുന്നു. മാത്രമല്ല, പറയപ്പെട്ട പന്തിരുകുലത്തിൻ്റെ മൂലസ്ഥാനമാണ് നമ്മൾ ഈ നിൽക്കുന്ന ഈ യജ്ഞേശ്വരം പ്രദേശം. ഒരു കാലത്ത് നമ്മളെല്ലാം പറയാറുണ്ട്, ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാതി ഉച്ചനീചത്വങ്ങളുണ്ട്, ജാതീയത ഉണ്ട്, അതാണ് അതിൻ്റെ ശാപം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് മുമ്പ് ഇവിടെ ഒരു തലമുറ ഇതിനെല്ലാം ഉപരിയായി, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ജാതിമത വ്യത്യസ്തങ്ങൾക്ക് അതീതമായി ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മളീ പറയപ്പെട്ട പന്തിരുകുലം എന്നുള്ളത്. ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി 12 പേര്, അവർക്കെല്ലാം വ്യത്യസ്ത ജാതികളിൽ, വ്യത്യസ്ത മതത്തിൽ പോലും ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്ന വ്യക്തി കൂടി അതിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഹിന്ദു എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് ഹീനകർമ്മങ്ങൾ ചെയ്യാത്തവൻ എന്നാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അവൻ ജന്മം കൊണ്ട് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഹീനകർമ്മങ്ങൾ ചെയ്യാത്ത ഒരുവനായിരിക്കണം ഹിന്ദു. ഹീനാൻ ദൂരേത് ഇത് ഹിന്ദു എന്ന് ഞാൻ പണ്ടെങ്ങോ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. അതെൻ്റെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള ആശയമാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഹിന്ദുവിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. നമ്മളെല്ലാം മറ്റ് മതങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയാണ്. അവർക്ക് വ്യവസ്ഥാപിതമായ രീതികളുണ്ട്, അവർക്ക് മതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട് എന്നെല്ലാം അവരെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്തും നമുക്കതില്ല. ഹിന്ദുവിന് കെട്ടുറപ്പില്ല, ആചാരങ്ങളെല്ലാം ലോപിച്ചു പോകുന്നു, ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ലോപിച്ചു പോകുന്നു, അവനവൻ്റെ ധർമ്മത്തെക്കുറിച്ചൊന്നും അറിയുന്നില്ല, ആ സംസ്കൃതിയെക്കുറിച്ച് അറിയുന്നില്ല, എല്ലാം നമ്മൾ വിലപിക്കാറുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? ആ സംസ്കൃതിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, ആ പാരമ്പര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ജന്മം കൊണ്ട് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരോ ആയിക്കോട്ടെ, നമ്മൾ സ്വധർമ്മം, ഭഗവാൻ എപ്പോഴും പറയുന്നുണ്ട്, സ്വധർമ്മോ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതിനേക്കാൾ പരമമായൊരു ശ്രേയസ് വേറെയില്ല. മറ്റു ധർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ പോകുന്ന സമയത്താണ് പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത് എന്നുള്ളത്. നമ്മളെല്ലാം പറയുന്ന ഹിന്ദുമതത്തിൻ്റെ വിശാലതയെക്കുറിച്ച് ഏറെ പ്രസംഗിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നമുക്കറിയാം ബഹുദൈവ വിശ്വാസികളാണ് എന്നൊരു കുറ്റം ഹിന്ദുമതത്തിൻ്റെ പേരിലുണ്ട്. അത് നമുക്ക് തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ഈശ്വരനെ ഏത് ഭാവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാം എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ കൽപ്പിച്ചു തന്നിട്ടുള്ളതാണ്. വിഷ്ണു ആണെങ്കിലും ശരി, ശിവനാണെങ്കിലും ശരി, ദേവിയാണെങ്കിലും ശരി, ദുർഗയാണെങ്കിലും ശരി, ഗണപതി ആണെങ്കിലും ശരി, ഒന്നും വേണ്ട, കുട്ടിച്ചാത്തനായിട്ട് നമുക്ക് പറക്കുട്ടിയായിട്ട് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ മതത്തിലുണ്ട്. അപ്പോൾ ഇത്രയധികം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരുപാട് ഹിന്ദുക്കൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് എന്തിനാണ് നമ്മുടെ മേലിൽ, ഹിന്ദുവിൻ്റെ മേൽ വേറൊരു മതങ്ങൾ കടന്നാക്രമിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മുടെ ആശങ്ക. നമുക്ക് ആരെ വേണമെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കും. നമുക്ക് ഹൈന്ദവ ദർശനം ഉൾക്കൊള്ളുന്ന മറ്റു രാഷ്ട്രങ്ങളൊന്നും ഇവിടെ ഇല്ല. ഹൈന്ദവ ഭൂമി, ഹിന്ദു ഭൂമി, അത് ഭാരതമാണ്. ഈ ഭാരതത്തിൽ നമുക്ക് പിറക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുണ്യമാണ് എന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും നമുക്കിവിടെ പിറക്കാൻ സാധിച്ചുവെങ്കിൽ അതാണ് ജന്മസുഹൃതം. നോക്കൂ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ മതി.
അവരെല്ലാം ഭൗതിക സുഖങ്ങളുടെ അങ്ങേയറ്റം പോയി. ഇനി എന്ത് എന്നവർ ചിന്തിക്കുകയാണ്. എല്ലാ സുഖഭോഗങ്ങളും അവർ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്കിലും അവർക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നില്ല. അപ്പോഴാണ് അവർ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഭാരതത്തിലെ ജ്ഞാനത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്, ഇവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് അവർ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭാരതീയരേക്കാൾ നല്ല രീതിയിൽ വിദേശികൾ ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് വിദേശികൾ ഇവിടെ വേദം പഠിക്കുന്നു, സംസ്കൃതം പഠിക്കുന്നു, ജ്യോതിഷം പഠിക്കുന്നു, വാസ്തുവിദ്യ പഠിക്കുന്നു, ആയുർവേദം പഠിക്കുന്നു, മന്ത്രങ്ങൾ പഠിക്കുന്നു. എന്നാൽ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ സ്ഥിതിയോ? നമുക്കിതൊന്നും വേണ്ട. നമ്മൾ പാശ്ചാത്യ ലോകത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പാശ്ചാത്യർ ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ, ഭൗതിക ലോകത്തിൻ്റെ അൾട്ടിമേറ്റ്, അതിൻ്റെ പരമമായ ഉത്തുംഗ ശൃംഗത്തിൽ എത്തിയതിന് ശേഷം അതൊന്നും ഞങ്ങൾക്ക് ശാശ്വതമായി ഗുണം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഭാരതത്തിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ ഭാരതീയരെ ഇപ്പോഴും വിദേശികളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധർമ്മത്തെ നമ്മൾ മറക്കുന്നു, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ നമ്മൾ മറക്കുന്നു. അതൊരിക്കലും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വധർമ്മോ നിധനം ശ്രേയ, സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിച്ച് നമുക്ക് മുന്നേറാൻ സാധിക്കണം. ആ പരമമായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നമുക്ക് വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. അതാണ് നമ്മൾ പ്രസാദ്യമൊക്കെ ചെയ്യുന്ന മാതിരി ഒരുപാട് അമ്മമാരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും വിഷ്ണുസഹസ്രനാമമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഗ്രാമാന്തരങ്ങളിൽ നമുക്ക് നടത്താൻ സാധിക്കണം. നമ്മൾ ഉച്ചനീചത്വത്തിൻ്റെ പേരിൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഹീനകർമ്മങ്ങൾ ചെയ്യാത്തവനായിരിക്കണം ഹിന്ദു എന്ന് പറയുന്നത്. അവൻ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ, നമുക്ക് വിഷയമില്ല. അപ്പോൾ അത്തരം ഒരു ജനങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മൾ വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മൾ പരസ്പരം കലഹിക്കാതെ കണ്ട്, ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ കലഹിക്കാതെ കണ്ട്, സ്വന്തം ധർമ്മത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിക്കൊണ്ട്, സ്വന്തം രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ജനതയെ വളർത്തിയെടുക്കുക. അതോടൊപ്പം രാഷ്ട്രബോധമുള്ള, സംസ്കാരബോധമുള്ള, തൻ്റെ രാഷ്ട്രത്തിൻ്റെ വൈഭവത്തിൽ അഭിമാനിക്കുന്ന ഒരു ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് കാക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളേവരെയും ഞാൻ ഈ ഹിന്ദുമത പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, 11ാമത് വർഷമാണ് നമ്മളിവിടെ ഈ സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോ വർഷം നമ്മൾ സമ്മേളനം സംഘടിപ്പിക്കാറുണ്ട്, 2 പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. പക്ഷെ അതിലെല്ലാം തന്നെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് കാണാറുള്ളത്. പക്ഷേ മാറ്റമുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ ആദ്യത്തിലൊക്കെ തുടങ്ങുമ്പോൾ 100-100 പേരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 500-ഓളം പേര് സമ്മേളനത്തിൽ എത്തിച്ചേരുന്നു എന്നത് കാണുന്നത് തന്നെ വളരെയധികം അഭിമാനമുണ്ട്. ഇത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കണം. ഈ കൂട്ടായ്മ ജാതിക്കതീതമായി, മതത്തിനതീതമായി, രാഷ്ട്രീയത്തിനതീതമായി നമുക്കെല്ലാം ഒന്നിച്ച് ഹിന്ദുവിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നേരിടാൻ നമ്മൾ സജ്ജരായിരിക്കണം. ഇന്ന് ഹൈന്ദവധർമ്മം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ത്യക്കകത്തും പുറത്തും. ഇപ്പോൾ അടുത്ത് തന്നെ നടന്ന ബംഗ്ലാദേശിലെ വിഷയങ്ങളൊക്കെ, നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ ഹിന്ദുക്കൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു തെറ്റും ചെയ്യാതെ കണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് നടന്ന് അവരെ പോലും പിടിച്ച് ജയിലിലാക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുപുറത്ത് ആയുധ വ്യാപാരം നടത്തുന്ന, തീവ്രവാദം നടത്തുന്ന ശക്തികൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ഭാരതത്തിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ജാഗരൂകരാകണം. സ്വധർമ്മത്തിൽ അഭിമാനം കൊള്ളുന്ന, സ്വന്തം രാഷ്ട്രത്തിൻ്റെ പരമവൈഭവത്തെ കാക്ഷിക്കുന്ന ഒരു ജനതയെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. സ്വന്തം സ്വാർത്ഥ ലാഭങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ കണ്ട്, വേദങ്ങളിലെയും യജ്ഞങ്ങളിലെയും സന്ദേശം എന്താണ്? ഇതം ന മമ എന്നുള്ളതാണ്. ഇതെനിക്കുള്ളതല്ല, രാഷ്ട്രായ ഇതം, ഇത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് വേദങ്ങളിലെ എല്ലാം തന്നെ സങ്കല്പം. ഇന്ന് മറിച്ച് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല, എല്ലാം എനിക്കുള്ളതാണ് എന്നുള്ള ഭാവത്തിലാണ് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരണം. അതിനുള്ള പ്രവർത്തനമാണ് വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് വിഭാവനം ചെയ്യുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഇത്രയധികം ജനങ്ങൾ ഇവിടെ ഒന്നിച്ചിരുന്ന് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത്, ഈ പ്രഭാഷണം ശ്രവിക്കുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും
വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ പ്രവർത്തന ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ, അതായത് ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല, വോട്ട് ബാങ്കുകളുടെ പ്രസക്തിയില്ല, അധികാരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്നു നൽകിയ ഭാരതത്തിൻ്റെ ആ സംസ്കൃതി, ആ പാരമ്പര്യം, അത് നമുക്ക് വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. അതിൽ അമ്മമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, പ്രത്യേകിച്ചും അമ്മമാർ, അച്ഛന്മാർക്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അമ്മമാർക്ക് വളരെ വലിയ ഒരു പങ്ക് അതിൽ നിർവഹിക്കാനുണ്ട്. ഓരോ സ്ത്രീയും ഉണർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം ആ കുടുംബത്തിലും സമൂഹത്തിലും കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ തന്നെ നോക്കൂ. നമ്മൾ 10 വർഷം മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് എന്തായിരുന്നു ക്ഷേത്രത്തിൻ്റെ അവസ്ഥ? ഇന്ന് ഈ ക്ഷേത്രം അനുദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ ഉണരും എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു 10 വർഷത്തിനുള്ളിൽ, ഈ മാറ്റം ഇനിയും സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരെയും തന്നെ ചീത്ത പറയാനോ ആക്രമിക്കാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരെയും നമ്മുടേതാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ഉണ്ടായിരിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ആചാര്യശ്രീയെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിച്ചു തരേണ്ട ആവശ്യമില്ല. ഭഗവത്ഗീതയിൽ പറയാറുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു സ്പന്ദനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേദോ അഖിലോ ധർമ്മമൂലം എന്ന് നമ്മൾ പറയാറുണ്ട്. വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം. ആ ധർമ്മച്യുതിയാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വൈദിക സംസ്കൃതിയുടെ നാശമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വൈദിക സംസ്കൃതിയെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഭഗവാന്റെ ഒരു അംശം ആചാര്യശ്രീയായിട്ട് അവതരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്ന് അദ്ദേഹത്തിനെങ്കിൽ ലക്ഷക്കണക്കിന് പേര്, 1 2 പേരല്ല, 1000 പേരല്ല, ലക്ഷക്കണക്കിന് പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നു. പ്രകൃതിയുടെ ദുരന്തം, ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്, പ്രകൃതി ചൂഷണങ്ങൾ സംഭവിക്കുന്നുണ്ട്, പ്രകൃതിയുടെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. വായുമലിനീകരണം വേറെ ഡൽഹിയിലൊക്കെ എല്ലാം കാര്യം നമുക്കറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പ്രപഞ്ചത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ ശക്തിയുള്ള ആ അഗ്നിഹോത്രം അതൊരു ജീവിതചര്യയായി, ഷോഡശ സംസ്കാരങ്ങളെല്ലാം അദ്ദേഹം ചെയ്യിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ എങ്കിലും ആ അഗ്നിഹോത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് ഗൃഹങ്ങളിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ ബെഡ് കോഫി സിസ്റ്റമൊക്കെ മാറി ആദ്യം അഗ്നിഹോത്രം ചെയ്യുന്ന, ഭാഗ്യസൂക്തം ജപിക്കുന്ന, ശ്രീസൂക്തം ജപിക്കുന്ന, പുരുഷസൂക്തം ജപിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ആചാര്യശ്രീയുടെ പ്രവർത്തനത്തെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. ആ ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ഓം സച്ചിദാനന്ദേശ്വരായ നമോ നമഃ. ഓം സ്തുതാമയാ വരദാ വേദമാതാ പ്രചോദയന്താം പാവമാനീ ദ്വിജാനാം ആയുഃ പ്രാണം പ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മഹ്യം ദത്വാ വ്രജത ബ്രഹ്മലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ. ഇന്ന് ഈ വേദിയിൽ വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ 11ാമത് മഹാസമ്മേളനം, അതിന് ശുഭാരംഭം കുറിക്കുന്ന ഈ നിമിഷം എൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബ്രഹ്മചാരി ശ്രീ TK വിനയഗോപാൽ വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ അധ്യക്ഷനാണ്. അതേപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ മുരളി യജ്ഞേശ്വരം, VKS അടികൾ,
പ്രസാദ് പുളിക്കൽ, ശ്രീ രവീന്ദ്രൻ വെളിച്ചപ്പാട്, അതേപോലെ ഇവിടെ സംഗീതം കൊണ്ട് ഒരു നിമിഷത്തേക്കെങ്കിലും ആത്മനിർവൃതി സാധ്യമാക്കി തന്ന ഇവിടുത്തെ ശ്രീ കലാമണ്ഡലത്തിലെ അച്യുത പൊതുവാൾ, അദ്ദേഹത്തിൻ്റെ സോപാന സംഗീതത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. വളരെ അനുഭൂതിദായകമായ, ആനന്ദദായകമായ, ആത്മാവിനെ തൊട്ട് തലോടുന്ന ഒരു മൃദു മന്ദസ്മിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ആലാപനം. നമ്മൾ ഭാഷകൾ പറയുന്നത് ചമത്കാരമില്ലാതെ പറയുന്നത് എപ്പോഴും ആത്മാവിൽ തട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കത് പറയാൻ തോന്നില്ല. എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇത്തവണ ഇവിടെ എത്തുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലം മുമ്പേ ഞാനിവിടെ വന്ന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അന്ന് വൈകുന്നേരമായിരുന്നു പരിപാടി, അന്ന് ഇത്രയധികം ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നാണ് സജിത്ത് എന്നോട് പറയുന്നത് ഇന്നലെ രാത്രിയാണ് ഇന്ന് പോകണം രാവിലെ എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ഞാൻ തയ്യാറായപ്പോൾ എനിക്കൊരു സംശയം വണ്ടി കയറിയപ്പോൾ, ഈ 11:30 മണിക്കൊക്കെ ആരെങ്കിലും ഈ വരണ്ട പ്രഭാഷണം കേൾക്കാൻ വരുമോ എന്നൊക്കെ ഞാൻ സംശയം. എനിക്ക് ആൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയൊരു കസേര ഉണ്ടായാലും മതി, ഞാൻ പ്രസംഗിക്കും. എനിക്ക് ആളെ ഒന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നത് രാവിലെ ഓണാക്കുന്ന ഒരു റേഡിയോ രാത്രി ആ സംപ്രേഷണം അവസാനിക്കുമ്പോൾ നിൽക്കുന്ന ഒന്നാണ്. ആര് വന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി. ശരിയായി പറഞ്ഞാൽ ഒരു കഴിഞ്ഞ ദിവസം പിഷാരികാവിലെ അവിടെ ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ അദ്ദേഹം ചായക്ക് ക്ഷണിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇത്രയൊന്നും ഭക്ഷണം ആവശ്യമില്ല. കാരണം ഞാൻ ഒരേ ഒരു വ്യായാമമേ ചെയ്യുന്നുള്ളൂ, അത് അധര വ്യായാമം. ഇതിന് ഇത്രയധികം എനർജി ആവശ്യമില്ല, കുറച്ച് മതി. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. എനിക്ക് ഒരു കാര്യം, ഈ വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ മുരളിയോടും അതേപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷനായ ശ്രീ ബ്രഹ്മചാരി ടി കെ വിനയഗോപാലിനോടും അതുപോലെ ഇതിൻ്റെ സംഘാടകരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏതാണ്ട് 25 വർഷം മുൻപ് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ, കാശ്യപ വേദ പാഠശാല ഞാൻ ബാലുശ്ശേരിയിൽ ആരംഭിക്കുമ്പോൾ ഞാൻ നേരിട്ട എതിർപ്പുകളുണ്ട്. അതിൻ്റെ വളർച്ചയിൽ ഇന്ന് വരെ ഞങ്ങൾ എതിർപ്പ് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ആ എതിർപ്പുകളെല്ലാം നിശ്ചലമായി പോയി. കാരണം ഇത് ഞാനുണ്ടാക്കിയൊരു സംഗതിയല്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട്, ഇത് ആചാര്യന്മാരുണ്ടാക്കിയതല്ലേ, പരമ്പരയായിട്ടുണ്ടായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അസാധാരണമായ ഒരു തപശക്തിയാൽ ഉതിർന്നു വീണിട്ടുള്ളതാണ് നമ്മുടെ ഈ ധർമ്മം എന്ന് പറയുന്നത്. ഞാനതിന് ഹിന്ദു ധർമ്മം എന്നൊന്നും വിളിക്കാറില്ല. ഞാൻ ആര്യധർമ്മം എന്ന് വിളിക്കും, വൈദിക ധർമ്മം എന്ന് വിളിക്കും, സനാതന ധർമ്മം എന്നൊക്കെ വിളിക്കാറുണ്ട്. അതെന്തു ആവട്ടെ, ഈ ധർമ്മത്തിന് അങ്ങനെ ഒരു വലിയ എതിർപ്പായിരുന്നു. എതിർപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് വേദമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഒരു വലിയ ചർച്ചയുണ്ടായി. അതായത് നമ്പൂരിയുടെ മകൻ ക്രിസ്തുമതം സ്വീകരിച്ചു, വേദം പഠിക്കാൻ പോകുന്നു. വേദം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ്. അതിൽ നിന്ന് ഞങ്ങളതല്ല, രാഷ്ട്രീയം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ആര് ബധിരകർണങ്ങളിലേ അത് പതിക്കുള്ളൂ. ആരും സഹകരിക്കാൻ തയ്യാറാവില്ല, സാമ്പത്തികമായി സഹകരിക്കില്ല. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ 27 കൊല്ലം മുമ്പാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്. അതിന് അന്നുള്ള ശ്രീ ചന്ദ്രൻ വൈദികനെ പോലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഇതിനെ ഞങ്ങൾ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളെ വേദം പഠിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. നമ്മളുടെ ആശ്രമത്തിൻ്റെ വൈപുല്യം ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ അഗ്നിഹോത്രവും സന്ധ്യാവന്ദനവും ചെയ്യുന്ന എല്ലാ വീടുകളും കാശ്യപാശ്രമമാണ്. ഏതെങ്കിലും ഒരു വീടല്ല, ഏതെങ്കിലും ഒരു ആസ്ഥാനമല്ല. എവിടെയുണ്ടോ അതൊക്കെ കാശ്യപാശ്രമമാണ്, വേറെ ഒന്നുമില്ല. എല്ലാ സ്ഥലവും അതെ. നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ നൽകിയ അവകാശം എന്നതുപോലെ അത് പ്രാചീനമായ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിലുള്ളതാണ്. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമുക്ക് പറയണം. പറയാതിരുന്നാലാണ് പ്രശ്നം. കാരണം പറയാതിരുന്നാൽ ആളുകൾക്കറിയില്ല, ആളുകൾക്ക് മനസ്സിലാവില്ല. ഇന്നത്തെ ആളുകളുടെ ഇടയിൽ ഞാനൊക്കെ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് വലിയ ഒരു ജനറേഷൻ ഗ്യാപ്പുണ്ട്. ഒരു Z ജനറേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്.
വാട്സപ്പും ഫേസ്ബുക്ക് വൃദ്ധന്മാരുടെയാണ്, പിന്നെ ഇൻസ്റ്റാഗ്രാമിനെ പോലുള്ള ടെലിഗ്രാമിനെ പോലുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ആധുനികമായ കാലത്ത് പോലും നമ്മുടെ ധർമ്മം പ്രസക്തമാവുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ്. ഞാനിവിടെ ഈ അരമണിക്കൂർ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ചുരുക്കിയായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കുറഞ്ഞ് നമ്മൾ ഇത് പറയാനുണ്ടായ കാരണം ഈ പ്രഭാഷണത്തിൽ വന്ന ഈ പറയുന്നതിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്ത ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. കേൾക്കുക. ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം ഇറങ്ങി. അത് പുസ്തകത്തിൻ്റെ പേര് ദ ഗോൾഡൻ റോഡ് എന്നാണ്. അത് വില്യം ഡാർലിംബിൾ എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയത്. ആ പുസ്തകം എഴുതിയ അദ്ദേഹം അതിന് മുമ്പ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വൈറ്റ് മുഗൾസ്. അത് വളരെ ഇന്ത്യയിൽ കൊണ്ടാടപ്പെട്ട ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു നിഷ്പക്ഷ ചരിത്രകാരനാണ്, നിഷ്പക്ഷമായി ചരിത്രത്തെ കാണുന്ന ആളാണ്. ഞാൻ പുസ്തകം ഈ പുസ്തകമായിട്ടല്ല, കിൻഡിലായിട്ടാണ് വാങ്ങിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ പുസ്തകം വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു കിൻഡിലാണ് വായിക്കുന്നത്. അപ്പം ഞാൻ അന്ന് ഈ പുസ്തകം വാങ്ങിയത്, ഞാൻ ഇവിടുന്ന് കരിപ്പൂർ എയർപോർട്ടിൽ വിമാനത്തിൽ കയറി ഞാൻ ആ വായന തുടങ്ങി. ഇടയ്ക്കൊരു മുഷിയാതെ ഞാൻ ദുബായിൽ എത്തുന്നത് വരെ വായിച്ചു. അവിടുന്ന് തിരിച്ചും വായിച്ചപ്പോൾ ആ പുസ്തകം തീർന്നു. അത്രയും എനിക്ക് മനോരഞ്ജകമായ പുസ്തകം. എന്തുകൊണ്ടാണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത? ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലൂടെ പലതവണയായി കടന്നുപോയ കാര്യങ്ങളായതുകൊണ്ടാണ് എനിക്കത് അത്രയേറെ പ്രിയപ്പെട്ടതായി. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഇന്ന് ഇത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ യജ്ഞത്തിൻ്റെ കഥയും ഇവിടുത്തെ ചരിത്രമൊന്നും ഞാൻ പറയാതിരിക്കുകയാണ്. ഞാൻ പരമാവധി സമയത്തെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഭാരതത്തിലേക്ക് എങ്ങനെയാണ് ഭാരതം ഒരു സുവർണ ഭൂമിയായത്? എങ്ങനെയാണ് ഭാരതം ഒരു സുവർണ ഭൂമിയായത്? എന്തുകൊണ്ടാണ് വിദേശ അക്രമകാരികൾ ഇന്ത്യയിലേക്ക് വന്നത്? വിദേശ അക്രമകാരികൾ ഭാരതത്തിലേക്ക് വന്നത് ഭാരതത്തിൻ്റെ സമ്പത്ത് കണ്ടിട്ടാണ്. എങ്ങനെയാണ് ഭാരതത്തിന് ഇത്രയധികം സമ്പത്തുണ്ടായത്? അതിനൊരു കാരണമുണ്ട്. വേദത്തിൽ പറയും, വേദശബ്ദത്തിൻ്റെ അർത്ഥം വിതിർലാഭേ വിജ്ഞാനേ എന്നൊക്കെയാണ്. അതിൻ്റെ ധാതുപരമായ വ്യാകരണപരമായ തലത്തിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല. വിത് എന്ന് പറയുന്ന ധാതുവിന് ജ്ഞാനം, അറിവ് എന്നൊരർത്ഥമുണ്ട്. ലാഭമുണ്ടാക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. ഇപ്പോൾ വിജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ലാഭമുണ്ടാകുന്നത്. ഏതൊരാൾക്കറിയാത്ത വിജ്ഞാനം എനിക്കുണ്ടോ അതെനിക്ക് ജ്ഞാനത്തോടൊപ്പം സമ്പത്തും കൂടി നൽകും. ഭാരതത്തിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് നമുക്കറിയാവുന്ന യൂണിവേഴ്സിറ്റി തക്ഷശിലയാണ്. അവിടെ 4 അലൂമിനി ഉണ്ട്. അവിടുന്ന് 4 പ്രശസ്തരായ ആളുകൾ. ഒരാളുടെ പേര് ചരകൻ എന്നാണ്, ആയുർവേദത്തിൻ്റെ ആചാര്യൻ. രണ്ടാമത്തെ ആളുടെ പേര് വിഷ്ണുഗുപ്തൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെയാണ് പഞ്ചതന്ത്രം എന്ന് പറയുന്ന കൃതി. അതാണ് പിന്നീട് ഈസോപ്പിൻ്റെ കൃതികളായും മുല്ലാ നസറുദ്ദീൻ്റെ കഥകളായിട്ടും ഒക്കെ വ്യാപകമായി പോയത്. മൂന്നാമത്തെ ആൾ അർത്ഥശാസ്ത്രം എഴുതിയ കൗടില്യനാണ്. 4-മത്തെ ആൾ വ്യാകരണശാസ്ത്രം എഴുതിയ പാണിനിയാണ്. ഈ 4 ആൾക്കാരും ചരിത്രത്തിൽ ഉണ്ടായവരാണ്. അപ്പോൾ ഭാരതത്തിൽ അന്ന് അനേകം സർവകലാശാലകളിൽ ഏറ്റവും പ്രശസ്തമായത് തക്ഷശിലയാണ്. തക്ഷശില ഇന്ന് ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലാണ്. ആ സർവകലാശാല നശിച്ചു. അനന്തരം ഭാരതത്തിൽ അനേകം സർവകലാശാലകളുണ്ടായി. കാഞ്ചീപുരത്ത് ഒരു പ്രധാനപ്പെട്ട സർവകലാശാലയുണ്ടായിരുന്നു. കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. കാന്തല്ലൂർ ശാഖ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ഗുജറാത്തികൾ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരാവുന്നതെന്ന് അറിയാമോ? ഇതിനൊരു കാരണമുണ്ട്. എല്ലാവരും പറയും ഗുജറാത്തികളെ കണ്ട് പഠിക്കണം ബിസിനസ്സിൽ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നത്തെ MBAക്ക് തുല്യമായ ഒരു സർവകലാശാല ഉണ്ടായിരുന്നു ഗുജറാത്തിൽ. അതിൻ്റെ പേര് വലഭി എന്നായിരുന്നു. വലഭി. ധാരാളം ആളുകൾ വലഭിയിൽ പോയി പഠിക്കുമായിരുന്നു.
ഇത്സിങ് എന്നും ഫാഹിയാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹുയാൻ സാങ്ങിൻ്റെ യാത്രാ വിവരണങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഭാരതത്തിൽ നളന്ദ എന്നൊരു സർവകലാശാല ഉണ്ടായിരുന്നു. ആ നളന്ദ സർവകലാശാലയിൽ 3 വലിയ ലൈബ്രറികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ലൈബ്രറിയുടെ വലിപ്പം 9 നിലയിലായിരുന്നു. 8 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഒരു ലൈബ്രറിയുടെ പേര് രത്നദധി, രത്ന മഹോദധി, രത്നസാഗര എന്നിങ്ങനെ 3 പേര്. ഈ രത്നസാഗരയിലും രത്നദധിയിലും ഒക്കെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, 100 ഹാളുകൾ. ഈ 100 ഹാളുകളിൽ വിദ്യാർത്ഥികൾ 100 ലെക്ചർ ഒരേ സമയം നടക്കുന്നു. ഇതിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാദേശികമായി ഇന്തോനേഷ്യ, മലേഷ്യ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രിലിമിനറി എൻട്രൻസ് എക്സാം പാസ്സായവർ വേണം ഇവിടേക്ക് വരാൻ. ഇവിടെ വന്ന് ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും രസായന വിദ്യയും രാസപ്രവർത്തനങ്ങൾ, കെമിസ്ട്രി എങ്ങനെയാണുള്ളതെന്നും തുടങ്ങി ഒരുപാട് ഒരേ മെറ്റലർജി എന്ന് പറയും, മെറ്റലർജി തുടങ്ങിയ ഒരുപാട് ശാസ്ത്രങ്ങൾ ഇതെല്ലാം പഠിപ്പിക്കുന്നതിന് നളന്ദ പോലെ അനേകം യൂണിവേഴ്സിറ്റികൾ വേറെ ഉണ്ടായിരുന്നു, വിക്രമശിലയെ പോലെ. അങ്ങനെ നമ്മളടുത്തേക്ക് റോമിൽ നിന്ന് ഒരേ സമയം 240 കപ്പലുകൾ പുറപ്പെടുന്നു. ഇത് വില്യം ഡാർലിംപിൾ അവിടുത്തെ രേഖയിൽ വെച്ച് എഴുതിയതാണ്. 240 കപ്പലുകൾ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നു. അന്ന് ഇന്ത്യയിൽ മുസ്ലിം മതവും ക്രിസ്തു മതവും ഇല്ല. ശ്രദ്ധിക്കുക, ആളുകൾ വരുന്നു, പഠിക്കുന്നു. ഇവിടേക്ക് പഠിക്കാനല്ല അവർ വന്നത്, സ്വർണവും കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ കോട്ടയത്തു നിന്നും മറ്റു ഭാഗത്തു നിന്നും ധാരാളം റോമൻ ഗോൾഡ് കോയിൻസ് കിട്ടാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും മറ്റ് വസ്തുക്കൾ അവരങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. എന്തൊക്കെയാണ് അവർ കൊണ്ടുപോയിരുന്ന വസ്തുക്കൾ എന്ന് നിങ്ങൾക്കറിയാമോ? ധാരാളമായി നിങ്ങൾക്കറിയാം, സുഗന്ധദ്രവ്യങ്ങൾ. അതുമാത്രമല്ല, സ്ഫടികം ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്നു. സ്ഫടികങ്ങൾ, വലിയ സ്ഫടികങ്ങൾ. അതേപോലെയുള്ള നിരവധി വസ്തുക്കൾ, നമ്മൾ തുരുമ്പെടുക്കാത്ത ഇരുമ്പ്. അത് നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഡൽഹിയിൽ പോയാൽ കുത്തബ് മിനാരത്തിൻ്റെ സമീപത്ത് വിഷ്ണു സ്തംഭം എന്ന പേരിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഭാരതത്തിൽ, സമ്പന്നമായ ഭാരതഭൂമിയിൽ മുഗളന്മാർ വരുന്നു, ആക്രമണം നടത്തുന്നു. അതിനു മുമ്പേ മറ്റുള്ളവർ വന്ന് ആക്രമണം നടത്തുന്നു. വിക്രമശിലയിലെ സർവകലാശാല പരിപൂർണമായും നശിച്ചു. നളന്ദ സർവകലാശാല ഭക്തിയാർ ഖിൽജിയുടെ നേതൃത്വത്തിലാണ് പരിപൂർണമായി നശിപ്പിച്ച് ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കളെ അഗ്നിക്ക് ഇരയാക്കുകയും ഈ പറയുന്ന എല്ലാ ലൈബ്രറികളെല്ലാം നശിച്ചു പോവുകയും ചെയ്തു. പക്ഷെ അന്ന് ഫാഹിയാനെ പോലെയും മറ്റുള്ള ആളുകളെ പോലെയുള്ള ആളുകൾ ഇതെല്ലാം കുത്തിപ്പിടിച്ച് ഇരുന്ന് എഴുതി കൊണ്ടുപോയി സ്ഥാപിച്ചിരുന്ന സ്ഥലം ടിബറ്റായിരുന്നു. ടിബറ്റിൽ ചൈനീസ് ഇൻക്വിസിഷൻ നടന്ന സമയത്ത് ദലൈ ലായ്മ ഇതിൻ്റെ എല്ലാം കോപ്പികളോടുകൂടി ആയിരക്കണക്കിന് ബണ്ടിൽ പുസ്തകങ്ങളുമായിട്ട് നളന്ദയിൽ നശിച്ചു പോയിരുന്ന പുസ്തകങ്ങൾ, നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയിരുന്ന വാസ്തുശാസ്ത്രത്തിൻ്റെയും മറ്റും പുസ്തകങ്ങൾ, അത് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം കയ്യൊപ്പ് കൊടുത്തത് ആർക്കാണ്? ദലൈ ലാമയ്ക്കാണ്. അത് ധർമ്മശാലയിലെത്തി. ഇന്ന് മാസച്യൂസെറ്റ് യൂണിവേഴ്സിറ്റിയും ധർമ്മശാലയും ചേർന്ന് അതെല്ലാം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യ ഗവൺമെൻറ് വ്യാപകമായ സപ്പോർട്ട് അതിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നളന്ദ സർവകലാശാല പുനരുജ്ജീവിപ്പിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ്, എല്ലാവരും പറയാറുണ്ട് നമ്മളിന്ന് ദരിദ്ര രാജ്യമാണ്, അല്ലെങ്കിൽ വികസിത രാജ്യമാണ്, നമ്മൾ വികസിച്ച രാജ്യമാകാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൻ്റെ GDP എന്ന് പറയുന്നത് ലോക GDPയുടെ 26% എന്ന് പ്രശസ്ത ഇക്കണോമിസ്റ്റായ ആംഗസ് മാഡിസൺ പറഞ്ഞിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ്റെ കാലം വരെ ഇന്ത്യയിൽ 2 പ്രധാന രാജ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒന്ന് മുഗളന്മാരുടെ രാജ്യവും മറ്റൊന്ന് കൃഷ്ണദേവരായരുടെ നേതൃത്വത്തിലുള്ള വിജയനഗര സാമ്രാജ്യവും. ഈ 2 രാജ്യങ്ങൾ, വിജയനഗര എംപയറിൻ്റെ ചരിത്രമെടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ധാരാളം രത്നത്തിൻ്റെ കച്ചവടശാലകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോഴും പോയാലും കാണാം. ഇപ്പോഴും അവിടുന്ന് ധാരാളം രത്നങ്ങൾ കിട്ടാറുണ്ട്. ഇപ്പോഴും
ലോകത്തെ തന്നെ അത്ഭുതകരമായ ഒരു സ്ട്രീറ്റായിരുന്നു വിജയനഗരത്തിൻ്റെ ഹംപി എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ചരിത്രമെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഭാരതം സമ്പന്നമായ രാജ്യമായിരുന്നു. ഇനി അടുത്ത പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് ഇല്ലാതായിപ്പോയത്? അതില്ലാതായതിന് നിരന്തരമായ ആക്രമണവും അതിനെ തുടർന്നുണ്ടായ അസ്വസ്ഥതകൾ. ഇപ്പം നമുക്കറിയാം, ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്. ഉക്രൈനിൽ എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം നടത്താൻ പറ്റുമോ ഒരാൾക്ക്? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയാമോ? ക്ഷേത്രങ്ങൾ നശിക്കപ്പെടുന്ന സമയത്ത് അവരൊരു പുതിയ പദ്ധതി കണ്ടുപിടിച്ചു. ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനെക്കൊണ്ട് അവർ തീരുമാനിച്ചു വ്യാപകമായ രാമകഥ, ഭാഗവത സപ്താഹം, രാമായണ സപ്താഹം, ചരക സപ്താഹം, ശുശ്രുത സപ്താഹം തുടങ്ങിയ പദ്ധതികൾ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. ഗുരുകുല വിദ്യാഭ്യാസമാണ്. ബ്രിട്ടീഷുകാർ ഒരു കാര്യം മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയധികം ഇത് തിരിച്ച് റെസിലിയൻസ് എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കുന്നത്, തിരിച്ചു വരവ് ഇവർക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്ന് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യയിലെ വിദ്യാഭ്യാസമാണ് പ്രശ്നം. അപ്പോൾ അന്ന് നിങ്ങളിപ്പോൾ എന്താണ് പറയുക, ശൂദ്രന്മാർക്ക് അന്ന് വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നാണല്ലോ പറയുക. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ മലബാറിൽ 50% താഴെയെങ്കിലും പേർ, എല്ലാ ജാതിയിലും പെട്ടവർ, ശൂദ്രരുൾപ്പെടെ പഠനം നടത്തിയവരായിരുന്നു, വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. ഇതെടുത്ത് കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഗാന്ധിജിയുടെ സെക്രട്ടറിയായ ധരംപാലിൻ്റെ പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എവിടെയാണ് നമ്മളുടെ പ്രധാന പ്രശ്നങ്ങൾ വരുന്നത്? ഇപ്പം നമ്മളെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? ആധുനിക വിദ്യാഭ്യാസം കിട്ടിയവർക്ക് പ്രാചീന ഭാരതത്തിൻ്റെ ചരിത്രമോ പ്രാചീന ഭാരതത്തിൻ്റെ ഭാഷാപരമായ കാര്യങ്ങളോ അറിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത കാലം വരെ ഇന്ത്യയിൽ MBBS എടുക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ. ഇപ്പോൾ സർക്കാർ അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളിലും ഇപ്പോൾ മലയാളത്തിലൊക്കെ പഠിക്കാൻ പറ്റും. ഇപ്പോൾ മലയാളത്തിൽ പഠിക്കുന്ന നിയന്ത്രണമുണ്ട്, എങ്കിൽ പോലും മലയാളത്തിൽ പഠിക്കാം. അതിനൊരു കോഴ്സ് തന്നെ നമ്മുടെ തുഞ്ചത്ത് നടക്കുന്നുണ്ട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള അക്കാഡമിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കുണ്ടായിരുന്ന അറിവുകളെ നമുക്ക് പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമില്ല. എന്നാൽ വിദേശീയർക്ക് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ട്. ഞാൻ 1, 2, 3 ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കറിയാം ലിറ്ററേച്ചർ, സാഹിത്യത്തിൽ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഈവൻ മലയാള സാഹിത്യവും സംസ്കൃത സാഹിത്യം പോലും ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, സോസെ എന്ന് പറയുന്ന ആളാണ് ഈ ക്രിട്ടിക്സിസത്തിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാന ഘടകം. സോസെ. ഇപ്പം എൻ്റെ മോളൊക്കെ ഈ സോസെ എന്നൊക്കെ പറയുമ്പോൾ വളരെ വികാരം കൊള്ളുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് PhD എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിൻ്റെ PhD പാണിനീയ വ്യാകരണത്തിലാണ്. എന്തിലാണ്? പാണിനീയ വ്യാകരണത്തിൽ. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ ആശയം കിട്ടിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കറിയാമോ പ്രാചീന ഭാരതത്തിലെ സാഹിത്യ വിഭാഗത്തിൻ്റെ സംഭാവന എന്താണെന്ന്? നിങ്ങൾക്ക് പ്രേംചന്ദിനെ കുറിച്ചറിയാം, ഷേക്സ്പിയറിനെ കുറിച്ചറിയാം, ഷെല്ലിയെ കുറിച്ചറിയാം, കീറ്റ്സിനെ കുറിച്ചറിയാം, T.S. എലിയറ്റിനെ കുറിച്ചറിയാം. T.S. എലിയറ്റ്, അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കവിതയുണ്ട്. അദ്ദേഹത്തിന് വേസ്റ്റ് ലാൻഡ് എന്നാണ് ആ കവിതയുടെ പേര്, വേസ്റ്റ് ലാൻഡ്. അതിന് അദ്ദേഹം 3 പദങ്ങൾ അദ്ദേഹം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. ദത്ത, ദമ്യത, ദയധ്വം. ഈ 3 വാക്കുകളും ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. അദ്ദേഹം ഒരു കാലത്ത് ഹിന്ദുധർമ്മം സ്വീകരിക്കണം എന്ന് പറഞ്ഞ ആളാണ്. അന്നത്തെ യൂറോപ്പിലെ സാഹചര്യം കൊണ്ട് സാധിച്ചില്ല. അടുത്ത പ്രധാനപ്പെട്ട ആൾ കാൾ ഗുസ്റ്റാഫ് യുങ്, ഇന്നത്തെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രോയിഡിൻ്റെ ശിഷ്യനായിരുന്നു. ഫ്രോയിഡും ഇന്ത്യയുടെ സൈക്കോളജിയായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടതാണ്. എന്താണെന്ന് ഞാൻ പറയാറാം. ഇന്നിപ്പോൾ ഒരു സൈക്കോ തെറാപ്പിക്ക് പോയാൽ അവർ പറയും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരികയാണ്, നിങ്ങൾക്ക് ഒരു പാനിക് അറ്റാക്ക് വരികയാണ്. അങ്ങനെ വരും, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറയും, നിങ്ങളൊരു സ്പ്രേ എടുത്ത് വാസനിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പൂവെടുത്ത് നോക്ക്, കളർ, അല്ലെങ്കിൽ ഒരു വെള്ളം എടുത്ത് മുഖത്ത് തളിക്കാൻ പറയാറില്ലേ? ഉണ്ട്. ഇതാണ് ഇവിടുത്തെ അമ്പലത്തിൽ നടക്കുന്ന പൂജ. അപാത്മന ജലം കൽപ്പയാമി, എല്ലാം പൃഥ്വാത്മന ഗന്ധം കൽപ്പയാമി, ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി, യം വായുവാത്മന ധൂപം ആഗ്രാപയാമി, രം തേജസാത്മന ദീപം സന്നള്യാമി, ഢ്വം അമൃതാത്മന അമൃതം മഹാനിവേദ്യം നിവേദയാമി. അല്ല, വ്യത്യാസം ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ രീതി. ഏതായാലും ഞാൻ പറഞ്ഞു വന്ന വിഷയം,
ഈ പഞ്ചഭൂതാത്മകമായ സിദ്ധാന്തമാണ് നിങ്ങൾ പറഞ്ഞ പറക്കുട്ടി, അല്ലെങ്കിൽ വായു, തീക്കുട്ടി, അഗ്നി, പഞ്ചഭൂതങ്ങളാണത്. ആ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ച് ഇവിടെ എന്താണ് നടക്കുന്നത് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിൽ എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചിട്ട് വിദേശീയർ അവരുടേതാക്കി അതിനെ മാറ്റുമ്പോൾ അവരതിൽ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവർ ചെയ്യാതിരിക്കുന്നത്, ഭാരതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഭാരതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ആധ്യാത്മികമായ മോക്ഷമാണ് നമ്മളെ ലക്ഷ്യം. അപ്പം നമ്മുടെ എല്ലാ ക്രമത്തിനകത്തും ഈ ആധ്യാത്മികത നിലനിൽക്കും. ഇതിനെ എടുത്തു മാറ്റിയിട്ട് ഇതിൻ്റെ ഭൗതിക വസ്തുക്കളെ മാത്രം ഉപയോഗിച്ചാൽ, അതായത് നിങ്ങൾ ഇത് ഉപയോഗിക്കുക, ഒരു ചന്ദനം മാത്രം വാസനിക്കുക, പകരം നമ്മൾക്കത് റിച്വലാണ്. ചന്ദനം തൊടുന്നതിന് മന്ത്രവും ഉണ്ടാകാം. പക്ഷെ ചന്ദനം മാത്രം മതി, അതിന് സ്പ്രേ അടിച്ചിട്ട് നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ആധ്യാത്മികത നഷ്ടപ്പെട്ടു. പിന്നെ അതിനകത്ത് ആധ്യാത്മികതയില്ല, വാസന മാത്രമേ ഉള്ളൂ. പൂ മതി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെത് മതി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തില്ല? ആധ്യാത്മികതയില്ല. എന്നതുപോലെ യോഗ എന്ന് പറയുന്നൊരു സംഗതി, യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആധ്യാത്മികമായ പരമലക്ഷ്യമായ മോക്ഷത്തിന് വേണ്ടിയുള്ള ശാസ്ത്രമാണ് പതഞ്ജലി എഴുതിയ. അതിനകത്ത് ഓം വേണ്ട എന്ന് തീരുമാനിച്ചു. ഓം ഇല്ലാത്ത യോഗ എന്ന് പറഞ്ഞാൽ പതഞ്ജലി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, തസ്യവാചക പ്രണവ, ആ ഈശ്വരൻ്റെ പേര് ഓം എന്നാണ്, തജ്ജപസ്തത് അർത്ഥഭാവന, അർത്ഥഭാവനയോടെ ജപിക്കണം എന്ന് പറഞ്ഞാൽ ആ ഓംകാരത്തെ മാറ്റിയെന്ന് വിചാരിക്കുക. പിന്നെ ആ യോഗയല്ല. പക്ഷേ ആ യോഗയുടെ ഭൗതിക ശരീരം ഉണ്ടാവും അതിനകത്ത്. ഇത് വിദേശീയൻ അറിഞ്ഞു. വിദേശീയൻ എന്ത് ചെയ്തു എന്നറിയോ? ഒരു പുലി ഒരു മാനിനെ കൊന്നാൽ അതിനകത്തെ ഇറച്ചി മാത്രമേ തിന്നൂ, അതിനകത്ത് നഖം തിന്നില്ല, അതിനകത്തെ പല്ല് തിന്നില്ല, അതിനകത്തെ രോമങ്ങൾ തിന്നില്ല, തൊലി തിന്നില്ല. ഈ തിയറിയാണ് വിദേശീയർ ഇവിടെ വന്നിട്ട് യോഗ, മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ മുഴുവൻ എടുത്തു കൊണ്ടുപോകുന്നത്. നമ്മൾ ഇതിന് വില വയ്ക്കുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നിങ്ങളെ ഭക്ഷണത്തിൻ്റെ ആ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഉദ്ഘാടന പ്രഭാഷണം അവസാനിപ്പിക്കാം. അതായത് ഒറ്റ കാര്യം കൂടി പറയാനുള്ളൂ. അതായത് ഇന്ത്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സർവശാല എന്ത് ചെയ്തു എന്നറിയാമോ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ സ്ഥാപനത്തോട് ഫണ്ടിങ്ങിന് ചോദിച്ചു. അവർക്ക് എന്തിനാണെന്നറിയാമോ? ഒരു സൈക്കോളജിയെ കുറിച്ചിട്ട് അവരൊരു കോൺഫറൻസ് നടത്തുന്നതിന് ഫണ്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ സൈക്കോളജി ആണെങ്കിൽ ഞാൻ ഫണ്ട് ചെയ്യാം. ഹൂ കെയർസ് വാട്ട് ടൈപ്പ് ഓഫ് സൈക്കോളജി ഇറ്റ് ഈസ്, നോ സച്ച് ഇറ്റ് ഈസ് നോൺസെൻസ് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ ഫണ്ട് തരില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സംഘടിപ്പിക്കാം, ഞാൻ ആളെ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഒരു 5-10 വിദേശീയരെ പഠിപ്പിച്ചു. എന്നിട്ട് അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ഇങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ എല്ലാ സർവകലാശാലകളിലും ഈ വിദേശ സായിപ്പന്മാർ നമ്മൾ പഠിപ്പിച്ച ഈ പറയുന്ന സൈക്കോളജി, ഇന്ത്യൻ സൈക്കോളജി ഇവിടെ വന്നിട്ട് പേപ്പർ അവതരിപ്പിച്ച് പോയി. ഇനിയൊരു ചോദ്യമുണ്ട്, എന്തിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നേരം വിഷമിക്കുന്നത്? ഭാരതത്തിൽ ആദ്യം വന്ന യഹൂദികൾക്ക് ഇവിടെയാണ് ജീവിക്കാൻ അവസരം കൊടുത്തു, നമുക്കറിയാം അല്ലേ? അത് കഴിഞ്ഞ് വന്ന മുസ്ലിങ്ങൾക്കും ആദ്യം ക്രിസ്ത്യാനികൾ വന്നു, മുസ്ലിങ്ങൾ വന്നു, എല്ലാവർക്കും ആരാധനയ്ക്കുള്ള സൗകര്യം കൊടുത്തു. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം ശക്തിയുള്ള ഒന്നായിരുന്നു അന്നത്തെ ഹിന്ദു ധർമ്മം. തപസ്വികളായിരുന്നു ഓരോ മനുഷ്യനും. ആ തപസ്വികളായി നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവുന്നത്. സാധാരണ മനുഷ്യനാവാൻ എളുപ്പമാണ്. ഒരാൾ മനുഷ്യനായി ജനിക്കുന്നു, മനുഷ്യനായി മരിക്കുന്നു, അതിലൊരു പ്രത്യേകതയില്ല. മറിച്ച് ആധ്യാത്മികതയുടെ ചൈതന്യത്തെ ആവാഹിക്കാനുള്ള ശക്തിവിശേഷങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ച പ്രാചീന ഋഷിമാരുടെ പദ്ധതികളെ നമ്മൾ തമസ്കരിച്ചു. നമുക്കത് വേണ്ട, നമുക്കതിൻ്റെ ഭൗതിക ശരീരം മതി. നമ്മൾ കേവലത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. അതിനകത്ത് ചൈതന്യവക്തായ ആധ്യാത്മികതയുടെ സാധനയുടെ ഉപാസനയുടെ പദ്ധതി. 10 മിനിറ്റ് നാമം ജപിച്ചാൽ മതി, 15 മിനിറ്റ് നാമം ജപിച്ചാൽ ഒരു വീട്ടിൽ അസാധാരണമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. എന്നോടൊരു സന്യാസി വിളിച്ചു ചോദിച്ചു, ആചാര്യൻ, താങ്കൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ ഗംഭീരമാണ്. ഇത്രയും ആൾക്കാരെ നിങ്ങൾ വേദം പഠിപ്പിക്കുന്നു, ഇത്രയും ആളെ ഹോമം പഠിപ്പിക്കുന്നു, ഞാനും ഇങ്ങനെ കുറേ ആളെ ഹോമം പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഹോമം പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല, ഒരു കാര്യം ഞാൻ പറയാം സ്വാമിജി, അങ്ങ് ഒരു കാര്യം ചെയ്യൂ, രാവിലെ എഴുന്നേൽക്കാൻ പഠിപ്പിക്കും. ഒന്നാമത് പഠിപ്പിക്കേണ്ടത് രാവിലെ എഴുന്നേൽക്കാൻ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് രാവിലെ ഒന്ന് കുളിക്കാൻ പഠിപ്പിക്കൂ. അത് കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കൂ. അത് കഴിഞ്ഞ് 2 തിരിയിട്ടൊരു വിളക്ക് കത്തിക്കാൻ പഠിപ്പിക്കൂ.
എന്നിട്ട് 4 നാമം ജപിക്കാൻ പഠിച്ചാൽ ആ വീട്ടിലുണ്ടാവുന്ന മാറ്റം, അത് വൈകാരികമാണെങ്കിൽ അങ്ങനെയൊന്നുണ്ട്, സമ്പൂർണ്ണ സമർപ്പണത്തോടെയാണെങ്കിൽ ആ വീട്ടിൽ മാറ്റം ഉണ്ടാവും. ഇന്ന് സമ്പത്തില്ല, ദാരിദ്ര്യമാണെന്ന് ആളുകൾ പറയുന്നില്ലേ? എന്തുകൊണ്ടാണ് ദാരിദ്ര്യം? ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ദാരിദ്ര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയാമോ? ഒരു പുതിയ അറിവും പഠിക്കണമെന്ന ആഗ്രഹമില്ലാത്ത ഹിന്ദുവിൻ്റെ നാശത്തിൻ്റെ പോക്കാണത്. ഒന്നും പഠിക്കണ്ട, മറ്റ് മതങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരവരുടെ ശാസ്ത്രം പഠിക്കും, അവരുടെ ധർമ്മം പഠിക്കും, അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കും. അവർക്ക് നിഷ്ഠയുണ്ട്, തിതിക്ഷയുണ്ട്, ക്ഷമയുണ്ട്. വിശന്നും അവനിരുന്ന് ധർമ്മം പ്രചരിപ്പിക്കും. പട്ടിണി കിടന്ന് ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ട് ധർമ്മം. എൻ്റെ ആത്മാവിൽ തട്ടി ഞാൻ പറയും, ഞാൻ എത്രയോ ദിവസങ്ങളിൽ വെറും വെള്ളം കുടിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റും. തിതിക്ഷ എന്ന് പറയും അതിന്. എന്തു വന്നാലും ക്ഷമയോടെ നേരിടാനുള്ള ശക്തി വേണം. നമ്മളൊന്നും പഠിക്കില്ല, നമുക്കൊരു ധർമ്മവും ഇല്ല, ഒരു ശ്രദ്ധയില്ല, എന്നിട്ട് നമ്മൾ മുസ്ലിങ്ങളെ കുറ്റം പറയും, ക്രിസ്ത്യാനികളെ കുറ്റം പറയും. എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? അവരുടെ ധർമ്മം അവർ വൃത്തിയായി ചെയ്തെങ്കിൽ അവരെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഒരു മുസ്ലിമിൻ്റെ കടയിൽ പോയാൽ ആചാര്യനാണോ, വരൂ അങ്ങ് ഇരിക്കൂ എന്ന് പറഞ്ഞു തരുന്ന ബഹുമാനം, ഒരു ക്രിസ്ത്യാനിയുടെ കടയിൽ പോയാൽ കിട്ടുന്ന ബഹുമാനം ഒരു ഹിന്ദു എനിക്ക് തരാറില്ല. സത്യമായിട്ടും പറയുകയാണ്. ഇത്ര കാലം ഞാൻ ലക്ഷക്കണക്കിന് ആളെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ബഹുമാനമൊന്നും ആവശ്യമില്ല. ഞാൻ ബഹുമാനത്തിന് വേണ്ടിയോ അല്ല അത് ചെയ്യുന്നത്. മറിച്ച് ഞാൻ പറയട്ടെ, അവർ ചെയ്യില്ല. എങ്ങനെ ആചാര്യന്മാർ ഇവിടെ ഉണ്ടാവും? എല്ലാ ആചാര്യന്മാരുടെയും ധർമ്മ സംസ്ഥാപന പ്രവർത്തനങ്ങളെയും എല്ലാം ഇല്ലാതാക്കാനാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്ത. പിന്നെ എങ്ങനെ ഇത് മുന്നോട്ട് പോകും? ധർമ്മം എന്ന് പറയുന്നത് പാലിക്കപ്പെടുമ്പോൾ സംരക്ഷിക്കുന്ന ഒന്നാണ്. നമ്മൾ ധർമ്മത്തെ പാലിക്കുന്നില്ലെങ്കിൽ ധർമ്മം കാലസർപ്പം പോലെ തിരിഞ്ഞു കൊത്തും. ആ കാലസർപ്പത്തിൻ്റെ കൊത്തലിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഉപാസനയാണ്. അവൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഒരു നേരം തൊഴാൻ തോന്നുന്നുണ്ടോ? ഒരു നേരം നാമം ജപിക്കാൻ തോന്നുന്നുണ്ടോ? അവർക്ക് അവരുടെ രീതികളുണ്ട്, അവരുടെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ ബഹുമാനിക്കാൻ ആദ്യം പഠിക്കും, എന്നിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയും. എന്തിനു കുറ്റം പറയുന്നു? ഞാൻ ഒരിക്കലും കുറ്റം പറയാറില്ല. ഞാൻ ഒരു മുസ്ലിം, എനിക്ക് എത്രയോ മുസ്ലിം സുഹൃത്തുക്കൾ, നിങ്ങൾക്കറിയാമോ? എന്നെ സഹായിക്കുന്ന പലരും മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്. എങ്ങനെ നിങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ പറ്റും? നിങ്ങളൊരു യജ്ഞമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു നോക്ക്, നമ്മളെ ആളുകൾ 10 റുപ്യ തരും. നിങ്ങളെന്തിനാണ് ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? 4 ചീത്തയും പറയും. അല്ല, നേരെ മറ്റൊരു മുസ്ലിമിനെ വിളിക്കട്ടെ, 2 ചാക്ക് അരി തരും. എന്താ ഇതിന് വേണ്ടതെന്ന് ചോദിക്കും. എന്താ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ അടിച്ചിട്ട് വിട്ടോ. ഞാനിങ്ങോട്ട് വന്ന് എന്നെ അടിച്ചിട്ട് വിട്ടാലും കുഴപ്പമില്ല. ഞാൻ സത്യമായി പറഞ്ഞു. ഞാൻ 35 വർഷമായി ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. 35 വർഷത്തിനിടയിൽ, 32-35 വർഷത്തിനിടയിൽ എനിക്ക് ഏറ്റവും എതിർപ്പ് വന്ന ഹിന്ദുക്കളുടേതാണ്. സത്യമാണ് പറഞ്ഞത്. ഞാൻ ഹംപിയിൽ എങ്ങനെയാണ് വിജയനഗര സാമ്രാജ്യം തകർക്കപ്പെടുന്നതെന്നുള്ളത്, ഹിന്ദു എങ്ങനെ തകർന്നു എന്ന് പഠിക്കാൻ പോയപ്പോൾ സത്യത്തിൽ നടന്ന കാര്യമാണ്. ഹിന്ദുക്കൾ എങ്ങനെയാണ് തകർന്നു പോയത് പഠിക്കാനാണ് ഞാൻ പോകുന്നത്. അവിടെ ഹംപിയിൽ അന്ന് രാത്രി 2 മണിക്ക് ഒരു ക്ഷേത്രത്തിൽ യജ്ഞം നടത്തുന്നതിന് പിറ്റേ ദിവസം പോകുന്നുണ്ട്. രാത്രി 2 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ അവർ തന്നെ പരാതി കൊടുക്കുന്നു, ഇവിടെ യജ്ഞം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഹിന്ദുക്കൾ എങ്ങനെയാണ് തകർന്നതെന്ന് പഠിക്കാൻ ഹംപിയിലൊന്നും പോണ്ട. ഏതായാലും ഔദ്യോഗികമായി ഈ നമ്മുടെ ഈ പരിപാടി എന്നെ ക്ഷണിച്ചിട്ട് വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അതിൻ്റെ 11ാമത്തെ ഈ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും 4 അക്ഷരം പഠിക്കാൻ നോക്കി. നമ്മൾ ഈ വെറുതെ നാട്ടുകാരെ കുറ്റം പറയുന്ന സമയം കൊണ്ടേ ഇന്ന് നാമം ജപിച്ചാൽ അതിൻ്റെ പ്രയോജനമുണ്ടോ? വിദ്യ അഭ്യസിക്ക്, ശക്തി നേട്. ബുദ്ധി കൊണ്ടാണ് വിജയം, തിണ്ണമെടുക്കുകൊണ്ടല്ല. നമസ്തേ. ഓം. ഹൈന്ദവ സമാജം ഇന്ന് നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മാർഗനിർദ്ദേശം നൽകിയ അതിൻ്റെ കാരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഇന്ന് മുതൽക്കെങ്കിലും നമുക്കുണ്ടാകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്
നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. എനിക്കറിയാം എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട തിരക്കിലാണ്. എങ്കിലും ഈ ചടങ്ങിൽ ഒരു ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിരുട്രാൻ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് മെമ്പറായിട്ടുള്ള ശ്രീ VKS അടികൾ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് സാദരം ക്ഷണിക്കുകയാണ്. അതിനു മുമ്പേ നമുക്ക് 2 കുട്ടികളെ ഇവിടെ ആദരിക്കേണ്ടതുണ്ട്. അതിൽ അല്ല, ഒരു കുട്ടിയോട് വന്നിട്ടുണ്ട്, വരത കൂടി. ഒന്ന് നമ്മുടെ ഈ ദേശക്കാരി തന്നെ ആയിട്ടുള്ള യജ്ഞേശ്വരം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള അമൃത എന്ന കുട്ടിയാണ്. ആ കുട്ടി ഇൻ്റർനാഷണൽ യോഗ നേപ്പാളിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ യോഗ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നേടിയ ഒരു വിദ്യാർത്ഥിനിയാണ് അമൃതയെ സാദരം ക്ഷണിക്കുകയാണ്. ആചാര്യശ്രീ ആ കുട്ടിക്ക് ഒരു മൊമെൻ്റോ സമർപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും PG ജേർണലിസത്തിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ളത് തൃക്കഴിപ്പുറത്ത് മനക്കിലെ വരദ എന്ന വിദ്യാർത്ഥിനിയാണ്. ആ കുട്ടി എറണാകുളത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നേരിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അവരുടെ അമ്മ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അമ്മയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. വരദ കണ്ണനൂർ സ്വദേശിനിയാണ് കേട്ടോ. നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള കുട്ടിയാണ് വരദ. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ VKS അടികൾ അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഊണയ്ക്കാനുള്ള ധൃതിയിലാണ്. അവിചാരിതമായിട്ട് നാളത്തെ സംഭവം ഇന്നേക്ക് ആക്കിയിട്ട് ഞാൻ നിങ്ങളുടെ സമയം പിടിച്ചെടുക്കുകയാണ്. ആദ്യമായിട്ട് ആചാര്യ ശ്രീ MR രാജേഷ് ജി, ശ്രീ ആചാര്യ വിനയ് ഗോപാൽജി, ശ്രീ പ്രസാദ് പുളിക്കൽ, ശ്രീ മുരളീധരൻ യജ്ഞേശ്വരം, ശ്രീ രവീന്ദ്രൻ വെളിച്ചപ്പാട്, ശ്രീ അച്യുത പൊതുവാൾ, എല്ലാവർക്കും, അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല. ആചാര്യൻ്റെ നിർബന്ധപ്രകാരം 2 മിനിറ്റ് നേരം എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു. അതിലൊന്ന് മാത്രമേ ഉള്ളൂ. ഈ യജ്ഞേശ്വരം പവിത്രമായ ഭൂമിയിൽ ഇവിടെ ഞങ്ങളെല്ലാം ബന്ധുക്കളാണ്. ഈ മഴത്തുള്ള അഗ്നിഹോത്രി ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് ഈ അടികൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കാർക്കും പലർക്കും സംശയം ഉണ്ടാവും, ഇതെന്താ ഇത് അടികൾ എന്ന് പറയുന്നത്. ഈ മഴത്തുള്ള അഗ്നിഹോത്രിക്ക് 3ാം വേളിയിലുണ്ടായ ഒരു സന്തതി പരമ്പരയിൽ ഇവിടെ കൊടിക്കുന്നത്ത് അമ്പലത്തിൽ കാവേരി നദിയിൽ നിന്ന് കിട്ടിയ 3 ശൂലം ഒന്ന് വെള്ളിയാങ്കല്ലിൽ സമർപ്പിച്ചു, ഒന്ന് വാമഞ്ചേരി മനയ്ക്കൽ സമർപ്പിച്ചു, ഒന്ന് കൊടിക്കുന്ന അമ്പലത്തിൽ വെച്ചു. അവിടെ ഒരു ദിവസം അവിചാരിതമായിട്ട് പൂജ കഴിക്കാൻ സാധാരണ പതിവുള്ള ആളെ കിട്ടിയില്ല. അപ്പോൾ ഈ 3ാമത്തെ വേളിയിലുള്ള നമ്പൂതിരിക്കുട്ടി തന്നെയാണ് അദ്ദേഹത്തെ അവിടെ പൂജ കഴിക്കാൻ വിട്ടു. അവിടെ ചെന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ ശൂലം ഉറച്ചിരിക്കുന്നില്ല. ആ ശൂലത്തെ ഉറപ്പിക്കാതെ ഇവർ വിചാരിച്ചു, ഈ കുട്ടി വിചാരിച്ചു എന്തോ അപകടമുണ്ട്, ഇതിനെ ഉറപ്പിച്ചേ പറ്റുള്ളൂ. പല വിദ്യകളും പഠിച്ചതിൽ വേദങ്ങളും ഒക്കെ കുറേ പഠിച്ചിട്ടുണ്ട്. അതിലത്തെ ഒന്നെടുത്തിട്ട് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇളനീരെടുത്തിട്ട് അടിഭാഗം വെട്ടി അതുകൊണ്ട് ആടി. അപ്പോഴാണ് ഈ ശൂലം ഉറച്ചു നിന്നത് എന്നാണ് ഒരു ചരിത്രം പറയുന്നത്. അത് പിറ്റേ ദിവസം ഈ മഴത്തുള്ള അഗ്നിഹോത്രിക്ക് മനസ്സിലായി, ഇങ്ങനെ ഉറപ്പിച്ചത് ഇതേവരെ ഉറക്കാതിരുന്നത്, അപ്പോൾ എന്തോ അപകടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭ്രഷ്ട് കൽപ്പിച്ച മാതിരി ആ കുട്ടിയെ അദ്ദേഹത്തിൻ്റെ പരമ്പരകളെയും അടികൾ സ്ഥാനപ്പേര് കൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ അടികളുടെ ഉത്ഭവം. നമ്പൂതിരിമാരുടെ ഒരു വകഭേദം തന്നെയാണ്. ഇപ്പോഴും നമ്പൂതിരിയുടെ വെബ്സൈറ്റ് നോക്കിയാൽ അതിൽ കാണാം 12ാമത്തെ വകുപ്പ് അടികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ അടികൾ അങ്ങനെ ഉണ്ടായത് ഞങ്ങൾക്ക് കൊടിക്കുന്നത്ത് അമ്പലത്തിലും ഇവിടെയാണ് ഞങ്ങളുടെ മൂലസ്ഥാനം. ഇവിടുന്ന് കൊടുങ്ങല്ലൂർ ഭഗവതി എഴുത്തിയനീത്തിയൊക്കെയാണെന്നാണ് സങ്കല്പം. അപ്പോൾ അവിടെയും
അതുപോലെ തിരുമാന്താംകുന്ന്, ഇവിടെ വിരിട്ടാണത്ത്, ഞാൻ വിരിട്ടാണത്ത് നിന്നാണ് വരുന്നത്. ഇങ്ങനെ 3-4 ഭഗവതി ക്ഷേത്രങ്ങളാണ്. ഞങ്ങൾ ഭഗവതി ഉപാസകരാണ്. ഇവിടെ ഇവിടെ ഈ 11ാം പിറന്നാൾ, ഈ ഹിന്ദു പരിഷത്ത് കുട്ടിയുടെ ഇന്ന് 11ാം പിറന്നാൾ ആഘോഷിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി. അതിന് എന്നെ ക്ഷണിച്ച ശ്രീ ആചാര്യ വിനയ് ഗോപാൽജിയോട് പ്രത്യേകം, ഞങ്ങൾ എപ്പോഴും കണ്ടും വർത്തമാനം പറഞ്ഞിട്ടും ഇരിക്കുന്ന വളരെ കാലത്ത് പരിചയമുണ്ട്. ഇങ്ങനെ ഹിന്ദുമതത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു സംരംഭം തുടങ്ങി ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം തരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. എല്ലാവർക്കും മംഗളം നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഹരിദാസ് കുണ്ടിൽ അവറുകളെ ക്ഷണിക്കുന്നു. വേദിയിൽ സോപാന സംഗീതം പ്രാർത്ഥന ആലപിച്ച കലാമണ്ഡലം ഉച്ചതപ്പുകൾക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ച മുരളീധരൻ യജ്ഞേശ്വരം, അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷ സ്ഥാനം വഹിച്ച വിനയഗോപാലൻ സാർ, അദ്ദേഹം വള്ളുവനാട് ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ MR രാജേഷ് അവർക്ക് ഹാർദമായി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാറ്റിലും ഉപരിയായി ഇന്ന് ഈ വേദി പങ്കിട്ട എല്ലാവർക്കും വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടി ഈ ഉദ്ഘാടന സഭ സമാപിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം, ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയാണ് അരങ്ങേറുന്നത്. ശേഷം 4 മണിക്കാണ് രണ്ടാമത്തെ പ്രഭാഷണത്തിൻ്റെ സെഷൻ ആരംഭിക്കുന്നത്. വൈകുന്നേരത്തെ പ്രഭാഷണം ശ്രീ ക്രിസ് വേണുഗോപാലൻ. ഒരുപക്ഷെ നിങ്ങളെല്ലാം ഒരുപാട് ധാരാളം നേരിൽ പരിചയമില്ലെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ ഒരുപാട് പരിചയമുള്ള വ്യക്തിയായിരിക്കാം. അദ്ദേഹം ഒരു മികച്ച സീരിയൽ നടനാണ്, സിനിമാ സംവിധായകനാണ്, അഡ്വക്കേറ്റാണ്, മനഃശാസ്ത്രജ്ഞനാണ്. പല മേഖലയിലും കഴിവ് തെളിയിച്ചൊരു വ്യക്തിത്വമാണ്. വൈകുന്നേരം പ്രഭാഷണം നടത്തുന്നത്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിലുള്ള സമയമാണ്. ആരും തിരക്ക് കൂട്ടാണ്, നല്ല തിരക്കാണ്. അതുകൊണ്ട് കുറച്ച് ക്ഷമ നമുക്ക് ഇവിടെ തന്നെ പരിശീലിച്ച് തുടങ്ങാം. ഒന്ന് അവിടുത്തെ തിരക്ക് കഴിയുന്നവരേക്ക് കുറച്ച് നേരം ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇരിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ തിരക്ക് കഴിഞ്ഞാൽ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ നമുക്ക് ആരംഭിക്കാം. എന്തായാലും ആചാര്യശ്രീയുടെ വാക്കുകളെ നമുക്ക് ഉൾക്കൊള്ളാം. അത് ഇന്ന് മുതൽക്കെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. നമുക്കറിയാം, പണ്ട് കാലത്തെല്ലാം, നമ്മുടെ കുട്ടിക്കാലത്തെല്ലാം നമ്മുടെ സന്ധ്യാനാമം വളരെ ആരും കമ്പൽ ചെയ്യാതെ നിർബന്ധിക്കാതെ കണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് മുതിർന്ന ആൾക്കാർ പോലും അതിൽ ശ്രദ്ധ കാണിക്കുന്നില്ല. അത് വളരെ നമ്മുടെ ഹൈന്ദവ സമാജത്തിൻ്റെ ശോചനീയതയാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് ഇന്ന് മുതൽ, ഒരു തിരി നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കൊളുത്തി വയ്ക്കാം. ഒരു മാറ്റത്തിൻ്റെ തിരി നമുക്ക് കുടുംബത്തിൽ കൊളുത്തി വയ്ക്കാം. നമ്മൾ വേദം ഉപനിഷത്തൊന്നും ആധികാരമായി പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും നമ്മുടെ നിത്യനൈമിത്തികമായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. മനഃശക്തി, സെൽഫ് കോൺഫിഡൻസ് എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നമ്മുടെ ഹൈന്ദവ സമാജം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് വൈകുന്നേരം കുടുംബങ്ങളിലുള്ള അധാർമികമായ പ്രവർത്തനങ്ങളാണ് എന്ന് പറയാതെ വയ്യ. നമ്മൾ തന്നെയാണ് നമ്മുടെ ധർമ്മത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ യോഗം അവസാനിച്ചതായി ഏവരെയും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഞാനേ മനസ്സിൽ വിചാരിച്ചു, പിന്നെ ആചാര്യനെ രണ്ട് വാക്ക് സംസാരിക്കണം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഓർമ്മയിൽ തോന്നുന്നത് പുഴയിൽ വെച്ചിട്ടുള്ള ഫംഗ്ഷനിലാണുകൊണ്ട് അദ്ദേഹം വന്ന് പ്രസംഗിക്കുക ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കന്ന് എന്തൊക്കെയോ എൻ്റെ കലാമണ്ഡലത്തിലത്തെ വിഷയങ്ങളായിട്ട് എനിക്ക് പോകേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ ഇപ്പോൾ 11 മണിക്ക് വന്നാലൊക്കെ ഇവിടെ ആളുണ്ടാവുമോ ചോദിച്ചു. എനിക്ക് തോന്നിയത് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന് എന്നെ കൂടി ഇന്ന് ഇവിടെ ഒരുമിപ്പിക്കണമെന്ന്. അല്ലെങ്കിൽ ഞാനും സത്യത്തിൽ ഇന്ന് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നോട് ചോദിക്കുകയാണ് എൻ്റെ പേരിട്ട്. ഞാൻ സത്യത്തിൽ തിരൂർ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ആറാട്ടം അവിടെ എത്തേണ്ട ആളാണ്. പക്ഷേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പാട്ട് കഴിഞ്ഞോടെ എന്നോട് തോണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് എൻ്റെ മനസ്സ് ധാരകയിലും എൻ്റെ രോമൊക്കെ എടുത്ത് പിടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ മനസ്സിൽ 2 വാക്ക് പറയാൻ അദ്ദേഹത്തിന് വിട്ടാൽ ശരിയാവില്ല. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നെ ആദരിക്കണമെന്ന് തോന്നി. എന്തായാലും വളരെ നല്ല സന്തോഷം, വളരെ സന്തോഷം.